എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. ലാബ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്നീ എക്സാമുകൾക്ക് വേണ്ട സ്പെഷ്യൽ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 9ാമത്തെ ക്ലാസ്സാണിത്. നേരത്തെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നോട്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട 5 നദികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനമേത്? കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനമേത്? ഓപ്ഷൻ എ ഒറീസ, ബി ബീഹാർ, സി മധ്യപ്രദേശ്, ഡി ജാർഖണ്ഡ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. കൽക്കരി ഒരു ഫോസിൽ ഇന്ധനമാണ് അല്ലേ? കൽക്കരി ഒരു ഫോസിൽ ഇന്ധനമാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും കൽക്കരി ഉൽപ്പാദനം നടക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമുക്കിവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരിപ്പാടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ, ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയും കാണപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയും കാണപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കൽക്കരിയെക്കുറിച്ച് പറഞ്ഞ ഈ ടോപ്പിക്കിൽ ഒരു പോയിൻ്റ് പോലും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ളതില്ല. കാരണം ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും PSC ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസാണ്. അപ്പം ഈ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് മാത്രമേ വരത്തുള്ളൂ. നെക്സ്റ്റ് വരുന്നത് പെട്രോളിയവും പ്രകൃതിവാതകവും. ഇവയും എന്ത് തന്നെയാണ്? ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയവും പ്രകൃതിവാതകം, കൽക്കരി ഇവയൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഏതൊക്കെ? പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങിയവയും എന്തിൽ നിന്നും ലഭിക്കുന്നു? പെട്രോളിയത്തിൽ നിന്നും ലഭിക്കുന്നു. അപ്പോൾ പെട്രോളിയം, പ്രകൃതിവാതകം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഫോസിൽ ഇന്ധനമാണ്. നേരത്തെ നമ്മൾ കൽക്കരി ഫോസിൽ ഇന്ധനമാണ് എന്ന് പഠിച്ച മാതിരി തന്നെ പെട്രോളിയവും പ്രകൃതിവാതകവും ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണ് എന്തൊക്കെ? പെട്രോള്, ഡീസൽ. പെട്രോളും ഡീസൽ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങിയവയും പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നവയാണ്. ഇന്ത്യയിലെ പ്രധാന പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ പ്രധാന പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ് അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ് അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. അല്ല, ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നേരത്തെ നമ്മൾ പ്രധാന കൽക്കരി ഉൽപ്പാദിക്കുന്ന സംസ്ഥാനങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. പശ്ചിമ ബംഗാൾ, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. ഇവിടെയാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. നമ്മൾ ഇപ്പം പഠിച്ചത് പ്രധാനമായിട്ടും പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് അസം, ഗുജറാത്ത്,
മഹാരാഷ്ട്ര. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസാമിലെ ദിഗ്ബോയിൽ നിന്നാണ്. ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോളുക. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസാമിലെ ദിഗ്ബോയിൽ നിന്നുമാണ്. അസാമിലെ ദിഗ്ബോയിൽ നിന്നുമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ആ ഒരു പേര് തന്നെ ഏറ്റവും വലുതാണ് അല്ലേ, മുംബൈ ഹൈ. മറ്റത് ദിഗ്ബോയ്. ഏറ്റവും ആദ്യത്തേത് ദിഗ്ബോയ് അസാമിലെ, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ആ ഹൈ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് അത് കിടക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയിലാണ് ഏറ്റവും വലിയ എണ്ണപ്പാടം കിടക്കുന്നത്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന മറ്റൊരു മറ്റൊന്നാണ് എന്ത്, പ്രകൃതിവാതകം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന മറ്റൊരു ഇന്ധനമാണ് ഏത്, പ്രകൃതിവാതകം. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് ഓർത്തിരിക്കണം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? 91 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ പ്രണബ് മുഖർജി, ഓപ്ഷൻ ബി ചിദംബരം, ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. ഇതിൽ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ നമുക്ക് പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു ഗവൺമെൻറ്, അതായത് PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം വരുന്നത്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം. എന്തൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതാണ് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടുന്ന് മിക്കപ്പോഴും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഉദാരവൽക്കരണം? ഉദാരവൽക്കരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത് 1985-ലാണ്. ഉദാരവൽക്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത് 1985-ലാണ്. ഉദാരവൽക്കരണ ഫലമായുള്ള മാറ്റത്തിൽ ഉൾപ്പെടുന്നവയാണ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. അതായത് ഉദാരവൽക്കരണം തുടങ്ങിയത് 85-ലാന്ന് പറഞ്ഞു. ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി ഉൾപ്പെടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഉദാരവൽക്കരണം വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ഒരുപാട് ചൊറയൊന്നുമില്ല വ്യവസായം തുടങ്ങാൻ, അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ വളരെ ലളിതമാക്കി മാറ്റി എന്നാണ് ഉദ്ദേശിച്ചത്. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കമ്പോളങ്ങളെ പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മൊത്തമായിട്ട് പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. വിദേശ നിക്ഷേപം വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വരിക അല്ലേ. അപ്പോൾ കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇത്രയാണ് ഉദാരവൽക്കരണം. ശ്രദ്ധിക്കണം, ചോദിച്ചതാണ് സ്റ്റേറ്റ്മെൻറ്റ് ലെവലായിട്ട്. ഉദാരവൽക്കരണ നടപടികൾ തുടങ്ങിയത് 1985-ലാണ്. ഉദാരവൽക്കരണത്തിൽ ഉൾപ്പെടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. നെക്സ്റ്റ് വരുന്നതാണ് സ്വകാര്യവൽക്കരണം. എന്താണ് സ്വകാര്യവൽക്കരണം? അതായത് വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ച നയമാണ് സ്വകാര്യവൽക്കരണം. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുക, സർക്കാർ നേരിട്ട് ഇടപെടുന്നത് കുറയ്ക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്നിട്ടുള്ളതാണ് ഏത്? സ്വകാര്യവൽക്കരണം. നെക്സ്റ്റ് വരുന്നതാണ് ആഗോളവൽക്കരണം. എന്താണ്?
മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതായത് മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഒരു നിയന്ത്രണവും വെക്കാതെ ഒരു രാജ്യത്ത് നിന്ന് എല്ലാം മറ്റൊരു രാജ്യത്തിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്നതാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ഉദാരവൽക്കരണം എന്താണെന്ന് പഠിച്ചു, സ്വകാര്യവൽക്കരണം എന്താണെന്ന് പഠിച്ചു, ആഗോളവൽക്കരണം എന്താണെന്ന് പഠിച്ചു. ഇന്ത്യയിൽ വിദേശ നാണയ കരുതൽ ശേഖര പ്രതിസന്ധി ഉണ്ടായ വർഷം 1991. ഇന്ത്യയിൽ വിദേശ നാണയ കരുതൽ ശേഖര പ്രതിസന്ധി ഉണ്ടായ വർഷം എന്നാന്ന് ചോദിച്ചാൽ അത് 1991. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആര്? ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പറയുന്നില്ല, പകരം ഈ ഒരു ക്ലാസ് മാത്രമായിട്ട്, അതായത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാർ, സഹമന്ത്രിമാർ ഇവരെ മാത്രം വെച്ചുകൊണ്ടൊരു ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ സ്കിപ്പ് ചെയ്യാണ്. ആ സമയത്ത് നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്ത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് ഓപ്ഷൻ എ CPI, ഓപ്ഷൻ ബി WPI, ഓപ്ഷൻ സി നിഫ്റ്റി, ഓപ്ഷൻ ഡി സെൻസെക്സ്. ഇതിൽ ഏതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക എന്ന് പറയുന്നത്? നിഫ്റ്റിയാണ് അല്ലേ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്ന് പറയുന്നത് ഏതാണ്? നിഫ്റ്റിയാണ്. ആ നാഷണൽ നിന്ന് തുടങ്ങുന്നത് എന്നിലാണ്, അതുപോലെ നിഫ്റ്റി അല്ലേ. നമുക്കിതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിക്കുകയാണ്, അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. നിലവിൽ വന്നത് 1875. ഓർക്കണം, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1875. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചികയാണ് ഏത്? സെൻസെക്സ്. നമ്മൾ നേരത്തെ ഓപ്ഷനിൽ പഠിച്ചിട്ടുണ്ട്, സെൻസെക്സ് നമ്മൾ കേട്ടു അല്ലേ. അപ്പോൾ അത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയാണ് ഏത്? സെൻസെക്സ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയുടെ പേരാണ് നിഫ്റ്റി. മറന്നു പോവരുത്, രണ്ടും മാറിപ്പോവരുത്. ഓഹരി വിപണിയിലെ സൂചിക ഉയർന്ന അവസ്ഥ. ഓഹരി വിപണിയിൽ ചിലപ്പോൾ സൂചിക ഉയരാം, ചിലപ്പം താഴാം. ഓഹരി വിപണിയിലെ സൂചിക ഉയർന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബുൾ മാർക്കറ്റ് അല്ലേ. ഓഹരി വിപണിയിലെ സൂചിക ഉയർന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബുൾ മാർക്കറ്റ്. ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയാണ് ബിയർ മാർക്കറ്റ്. ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥ ബിയർ മാർക്കറ്റ്, ഉയരുന്ന അവസ്ഥ ബുൾ മാർക്കറ്റ്. ബുള്ള് ഉയരും, ബിയർ താഴെ. ബിയർ അടിച്ചാൽ നമ്മൾ താഴെ വീണു പോകില്ലേ, അത്രയും ഓർത്ത് വയ്ക്കുക. ബിയർ അടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബോധം പോയി താഴെ വീണു പോവും. അപ്പം ഓഹരി വിപണി, അപ്പോൾ അതായത് ഓഹരി വിപണി ഇടിയുന്ന സമയത്ത് നമുക്ക് സങ്കടമാണ് വരിക, ബുദ്ധിമുട്ടാണ്, മാനസിക വിഷമങ്ങളാണ് വരിക. ആ സമയത്ത് ബിയർ അടിക്കുന്നു, വീഴുന്നു. ഇത്ര ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് സെബിയാണ്. ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നത് സെബിയാണ്. സെബി സ്ഥാപിതമായത് 1988. ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നത് സെബിയാണ്. ഈ സെബി സ്ഥാപിതമായത് 1988. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഏത്? മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് നിലയിൽ വന്നത് 1875. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നതാണ് എന്ത്? സെൻസെക്സ് എന്നാണ്. എന്നാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നതാണ് എന്ത്?
നിഫ്റ്റി എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഭാഗം നോക്കൂ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? നമ്മളിപ്പോൾ അത് ഡിസ്കസ് ചെയ്തു. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിൻ്റെ ബേസിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. നോക്കൂ, ഓപ്ഷനിൽ കൊടുത്ത എന്താ? ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും, ആഗോളവൽക്കരണം, ദേശസാൽക്കരണം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പം തന്നെ നേരത്തെ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് ശരിക്കും കേട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിഷ്പ്രയാസം നമുക്കിതിന് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്തോളൂ അതിൻ്റെ ആൻസർ, ആദ്യത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും കേട്ടതിന് ശേഷം. നെക്സ്റ്റ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡ് സ്ഥാപിതമായ വർഷം. നബാർഡ് സ്ഥാപിതമായ വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഓപ്ഷൻ എയിൽ 1982, ഓപ്ഷൻ ബി 1981, ഓപ്ഷൻ സി 1990, ഓപ്ഷൻ ഡി 1991. അപ്പം നബാർഡ് സ്ഥാപിതമായത് 1982 നബാർഡ് സ്ഥാപിതമാകുന്നത്. എന്നാണ് 1982 നബാർഡ് സ്ഥാപിതമായത്. നമുക്ക് നബാർഡിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ്. കൃഷിക്കും അല്ലെങ്കിൽ ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നബാർഡാണ്. ഈ പറയുന്ന നബാർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് അല്ലേ? മുംബൈയിലാണ് നബാർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ മാസം 12 നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബി ശിവരാമൻ കമ്മീഷൻ. എത്രയോ തവണ ഈ നബാർഡ് PSC ചോദിച്ചതാണ്. അത് നബാർഡ് രൂപീകൃതമായ വർഷം ചോദിച്ചിട്ടുണ്ട്. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചോദിച്ചതാണ്. ഇതിൽ ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് ഒഴിവാക്കാനില്ല കേട്ടോ. ഒന്നും ഒഴിവാക്കരുത്, വൃത്തിക്ക് പഠിച്ചോളൂ. ഒരു മാർക്ക് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഏത്? ബി ശിവരാമൻ കമ്മീഷൻ. ബി ശിവരാമൻ കമ്മീഷനാണ് നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. ചെറുകിട വായ്പകളുടെ നിയന്ത്രിക്കാൻ എന്നറിയപ്പെടുന്ന ബാങ്ക് അല്ലെങ്കിൽ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാങ്കാണ് നബാർഡ് അല്ലേ? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന പേരിൽ നിയന്ത്രിക്കാൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നബാർഡ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നബാർഡ് വന്നതെന്ന് ഓർക്കണം. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ് നബാർഡ്. അതായത് ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക്. അതിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12 നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബി ശിവരാമൻ കമ്മീഷൻ. ബി ശിവരാമൻ കമ്മീഷൻ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകനാണ് ആര്? നബാർഡാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അതിലൊരു പോയിന്റ് പോലും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ളതില്ല. എല്ലാം വൃത്തിക്ക് പഠിക്കുക. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. റിപ്പീറ്റേഷൻ വരുന്നത് കണ്ടില്ലേ? ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ തൊട്ടടുത്ത ക്വസ്റ്റ്യനും കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അധികമൊന്നും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം എല്ലാം കണക്റ്റഡ് ഫാക്ടേഴ്സ് ആയിരിക്കും
വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങൾ ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നതിന് പ്രത്യേക എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ വല്ല മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. നാളെ നമുക്കൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.